ഹായ് എല്ലാവർക്കും നമസ്കാരം. വണ്ടർ സ്ക്രിപ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി നമ്മുടെ ഒമാനിലുള്ള ഒരു സ്നോ വേൾഡാണ്. അപ്പോൾ സ്നോ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ ഏരിയകളിലൊക്കെ സ്നോ വേൾഡ് ഉണ്ട്, ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ളൊരു സ്നോ വേൾഡാണിത്. പക്ഷേ ഇത് കുറച്ചും കൂടി വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ റൈഡുകളുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു റൈഡ് മാത്രമല്ല ഞാൻ പറയുന്നത്, അതല്ലാതെ തന്നെ നമുക്ക് ചെറിയൊരു ഏരിയയിൽ പോർഷനിൽ പെൻഗിൻ മാത്രമായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ പെൻഗിൻ ആക്ച്വലി ജീവനുള്ള പെൻഗിൻ തന്നെ അവരുടെ ചില ഗെയിംസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്നോ വാരിക്കളയാൻ പറ്റിയ ചെറിയ കുഞ്ഞ് JCB അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക്. അങ്ങനെയുള്ള ചില റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഏരിയ തന്നെയാണ്. വളരെ സേഫ്റ്റി ഒരു പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കൂടെ വന്ന ആൾക്കാരെയും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ചെയ്തില്ല. എനിക്ക് ഒന്നാമത് ഇതുപോലുള്ള വലിയ ഹൈറ്റിലുള്ള പരിപാടികളൊക്കെ കുറച്ച് പേടിയാണ്. വെറുതെ എന്തിനാണ് നമ്മൾ കൊണ്ടുപോയിട്ട് തല വെക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാനിതിൽ കയറിയില്ല. പക്ഷേ സേഫ്റ്റി മെഷേഴ്സൊക്കെ വളരെ പക്കയാണ്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കണ്ടോ, വളരെ വലിയൊരു ഡിസ്റ്റൻസിലേക്കാണ് ഇത് കവർ ചെയ്തത്. ഈ ട്രോളിയിലൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-50 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ ഒരു 50 മീറ്റർ പഠിച്ചതിൻ്റെ സ്പീഡിലാട്ടോ. അത്യാവശ്യം ആ സ്പീഡിൽ തന്നെ ട്രാവൽ ചെയ്ത് തിരിച്ച് വരുന്നൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി. ബൈ ബൈ. Huh?